ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ നമ്മൾ കണ്ട പോലെ സിവിൽ എക്സൈസ് ഓഫീസർ, വുമൺസ് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ഫൈനൽ ആൻസർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ടെലഗ്രാമിൽ നിന്ന് അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അതിനു മുമ്പേ അതേ ടൈമിൽ നടത്തിയ ഒരു എക്സാം എന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൽ എക്സാം എന്നുള്ളത്. സോ അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഞാൻ മെയിൻ ലിസ്റ്റ് വന്നതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഒരു കാറ്റഗറി ഒന്ന് കാണിച്ചു തരാം. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട് ഓഫ് എത്രയാണെന്ന് വെച്ചാൽ മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റ് കാൻഡിഡേറ്റ് വന്നത് 53 കട്ട് ഓഫുള്ളതാണ്. അതായത് മെയിൻ ലിസ്റ്റിൽ 246 പേര് വന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 122 പേരും. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ലാസ്റ്റ് ആൾ എന്ന് പറയുന്നത് 53 മാർക്ക് കിട്ടിയ ആളാണ്. ഓക്കെ, മെയിൻ എക്സാമിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ 53 മാർക്ക് കിട്ടിയ ആളെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ എൻഡ്യൂറൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ എന്ത് ചെയ്യാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് പറയുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ അനലൈസ് ചെയ്ത് നോക്കട്ടോ. ഈ ഒരു പാർട്ടിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ചുവടെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഈ 1857 സ്വാതന്ത്ര്യ സമരം ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു സ്ഥലവും അത് അവിടെ ആ ഒരു വിപ്ലവം നയിച്ച ആ വ്യക്തിയുടെ പേരുമാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് കേട്ടോ, തെറ്റായിട്ടുള്ള പ്രസ്താവന നമുക്ക് വേണ്ടത്. തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഫൈസാബാദിൽ നയിച്ചത് നവാബ് വാജിദ് അലി അല്ല. ഞാൻ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഇത് തെറ്റാണ്. പിന്നെ അതിൽ ലക്നൗവിൽ മൗലവി അഹമ്മദുള്ള എന്നുള്ളതും തെറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റ് നടന്ന 1, 2 ആണ് ഇതിൽ തെറ്റ്. ഓപ്ഷൻ എ ആണ് നമുക്ക് എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഇത്രയും പേരാണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ട് പഠിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഝാൻസി, ഇപ്പോൾ ഝാൻസി ആണെങ്കിൽ ഝാൻസി റാണി നമുക്ക് ഏകദേശം അറിയാം. ഗോളിയാറിലും റാണി ലക്ഷ്മിബായി തന്നെയാണ്, ഝാൻസി റാണി തന്നെയാണ് ഗോളിയാറിലും. ഇനി അടുത്തത് ബീഹാറിലാണെങ്കിൽ അല്ലെങ്കിൽ ആരയിലാണെങ്കിൽ ആരാ, കൻവർ സിംഗ്. ഓക്കെ, ബീഹാറിലാണെങ്കിലും ആരയിലാണ് കൻവർ സിംഗ്, ജഗദീഷ്പൂരിലാണെങ്കിലും ആര് തന്നെ, കൻവർ സിംഗ്. ഓക്കെ, ഇത് 3 ഇടയ്ക്ക് തിരിച്ചു മറിച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. 3 സ്ഥലങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ ബീഹാർ, ജഗദീഷ്പൂർ, കൻവർ സിംഗ് ആണ്. ഡൽഹിയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഡൽഹിയിലൊക്കെ ജനറൽമാർ പട്ടാളക്കാരൊക്കെ വരുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ജനറൽ ഭക്ത് ഖാൻ, അതേപോലെ ബഹദൂർ ഷാ സെക്കൻഡ് എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്തൊക്കെ. മീററ്റിലാണ് എന്ത്, കദം സിംഗ്. അതേപോലെ കാൺപൂർ, കണ്ണ് എന്നുള്ളത് നയനം എന്നുള്ളത് ഓർത്തോക്കുക. അതേപോലെ തൊപ്പി വെക്കുന്നത് കണ്ണിൻ്റെ തൊട്ട് താഴെയെന്ന് വെച്ചാൽ നാനാ സാഹിബും താന്തിയ തൊപ്പി എന്ത് ചെയ്യുക അവിടെ ഓർത്തോക്കുക. പിന്നെ ലക്നൗ നിങ്ങൾ ഓർത്തോക്കണ്ട. ഈ പേര് ബീഗം ഹസ്രത്ത് മഹൽ എന്നുള്ള പേര് 3 സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബീഗം ഹസ്രത്ത് മഹൽ എന്ന് കേൾക്കുമ്പോൾ താജ്മഹൽ ഓർത്തോക്കുക അല്ലേ. ലക്കുള്ള ഒരു വ്യക്തികൾക്ക് താജ്മഹൽ കാണാൻ പറ്റും എന്നുള്ളത് അതും ഒന്ന് ഓർത്തോക്കുക. പിന്നെ താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നുള്ളത് ഓർത്ത് വെച്ചാൽ അതും അവിടെ കണക്ട് ചെയ്ത് കിട്ടും. പിന്നെ കാണുമ്പോൾ നമ്മൾ ഔ എന്ന് പറയില്ല, ആ ഒരു സൗണ്ട് ഓർത്ത് വെച്ചാൽ ഔതും കിട്ടും. അപ്പോൾ ബീഗം ഹസ്രത്ത് മഹലുമായിട്ട് ബന്ധപ്പെട്ട 3 പേര് ഏതൊക്കെയാണ്, ആഗ്ര, ഔതും, അതേപോലെ ലക്നൗ. ഇനി അടുത്തത് ഫൈസാബാദ്. അപ്പോൾ ഫായിസ് മൗലവി എന്ന് ഓർത്ത് വെച്ചാൽ ഫൈസാബാദ് കിട്ടി, ക്ലിയർ ആണ്. അടുത്തത് ബറേലി ഓർത്ത് വെച്ചാൽ റോഹിൽ കണ്ടെന്ന് ചോദിക്കാറില്ല. ബറേലി ഓർത്ത് വെച്ചാൽ ഖാൻ ബഹദൂർ ഖാൻ. ഓക്കെ, അത് നിങ്ങൾ വേണമെങ്കിൽ ഓരോ കണക്ഷൻ ജസ്റ്റ് കൊടുത്തു നോക്കുക. ഓരോ റാലി പോലെയാണെങ്കിൽ ബഹുദൂരത്തിൽ പോകുന്ന റാലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ കിട്ടും. അതേപോലെ ബറൗത്ത് പർഗാനയിൽ ഷാമാൾ. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടെ ഏകദേശം ടൈം എന്തുണ്ടാവും, ഗാന ഉണ്ടാവും. അപ്പോൾ ബറൗത്ത് പർഗാന, ഷാമാൾ, ഇത്രയാണ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടത്, അവർ നോക്കേണ്ട ഒരു
പേരുകൾ വരുന്നത്. ഇതിൽ തെറ്റായിട്ട് പറഞ്ഞത് ഒന്ന് ഫൈസാബാദ്. ഫൈസാബാദ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഏതാ മൗലവി അഹമ്മദുള്ളയാണ്, അതാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റുള്ളത്. പിന്നെ ലക്നൗവിൽ പറഞ്ഞു ഏത് ബീഗം ഹസ്രത്ത് മഹലാണ്, അതും ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തത്. ഓക്കെ, ആ ഒരു കാര്യം നോക്കാം. ഇനി രണ്ടാമത്തതിൽ എന്താ പറയുന്നത്, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ്. ഓക്കെ, ഇതിൽ 1, 2 കോമൺ ആയിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജും മഹാരാജാസ് കോളേജിൻ്റെ ഒക്കെ രൂപീകരണ ഇയർ, ഇതൊന്നും അത്രത്തോളം മുമ്പ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇതൊരു റയറാണ്. ഇനി ഇതിൽ എന്താണ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ തെറ്റായത് ഏത് മാത്രമേ ഉള്ളൂ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 എന്നുള്ളതാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ ശരിയാണ്. അതായത് അടിമത്ത നിരോധനം 12-ലാണ്, അതേപോലെ കൊച്ചിയിലാണെങ്കിൽ അത് 45-ലാണ്, മഹാരാജാസ് കോളേജ് 1875-ലാണ് രൂപീകരിക്കുന്നത്. കണക്റ്റഡായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് അടിമത്തത്തിൻ്റെ പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ 1812-ലാണ് എന്ത് ചെയ്യുന്നത്, അടിമ കച്ചവടം അവസാനിപ്പിക്കുന്നത്. ആരുടെ കാലത്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കേട്ടോ, ലക്ഷ്മിബായിയുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത്, അടിമ കച്ചവടം നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അടിമകൾക്ക് ലക്ഷങ്ങൾ വില കൊടുത്തുള്ള അടിമകൾ കച്ചവടം ഉണ്ടായിരുന്നു അല്ലേ, അടിമ കച്ചവടം ലക്ഷങ്ങൾ വില വരുന്നത്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ ലക്ഷ്മിബായി അടിമ കച്ചവടം നിന്ന് കിട്ടും. പിന്നെ ഈ ലക്ഷ്മിബായിയെ പറ്റി ഒന്നുകൂടെ ഓർത്തോക്കാണ്ട്, തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് ആര്, ഈ റാണി ലക്ഷ്മി ബായി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ തിരുവിതാംകൂറിൻ്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന കാലമായിരുന്നു ആര്, സ്വാതി തിരുനാൾ ഭരിച്ച കാലം. തിരുവിതാംകൂറിൻ്റെ സുവർണകാലമായിരുന്നു സ്വാതി തിരുനാളിൻ്റെ കാലം. ഇതിൽ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് എന്ത് ചെയ്യുന്നത്, 1836 ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ സ്വാതി തിരുനാളിൻ്റെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടിമത്ത നിരോധനം കഴിഞ്ഞാൽ പിന്നെ ഒരു മെയിനായിട്ട് ചോദിക്കുന്ന ഒന്ന് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. പ്രത്യേകിച്ച് ഈ ക്വസ്റ്റ്യനൊക്കെ അജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ് ചോദിക്കാറുണ്ട്, ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയതാരാണ് ചോദിക്കാറുണ്ട്. അതൊക്കെ ആരാണ്, സ്വാതി തിരുനാളാണ്. ഓക്കെ, സ്വാതി തിരുനാൾ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സ്വാദുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് കൈ മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കും എന്നുള്ള രീതിയിൽ ഓരോന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ സ്വാതി തിരുനാൾ, ഈ സെൻസസ് സ്വാതി തിരുനാൾ എന്നുള്ളത് കൊടുത്താൽ അതും അവിടെ എന്ത് ചെയ്യും, കണക്റ്റഡ് ആയിട്ട് ഫാക്ട് കിട്ടും. നമ്മൾ അതിൽ തെറ്റിയതൊന്നുണ്ടായിരുന്നു, ഏത് യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് 1866-ലാണ് കേട്ടോ. ഇത് മറന്നുകൊണ്ട തെറ്റിയിട്ടാണ് അവിടെ കൊടുത്തത്. അതായിരുന്നു അവിടെ ഒരു തെറ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറയുന്നത്, ചുവടെ തന്നിരിക്കുന്നത് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ട് കണ്ടോ, ഇതൊക്കെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രസ്താവന നന്നായിട്ട് അറിയണം ഏതാണെന്നുള്ളത്, ഓരോ പ്രസ്താവനയും സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത് കറക്റ്റ് അറിയണം. ഇതിൽ തെറ്റായിട്ടുള്ളത് മാവോ സേതുങ്ങിന് ശേഷം ഹുവാ ഗുവോഫങ് ചൈനയിൽ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇതിൽ ബാക്കിയുള്ള ഫാക്ട്സൊക്കെ ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത്. ഓക്കെ, അതേപോലെ യുദ്ധാനന്തരം ചിയാങ് കൈഷക് സംഘം തായ്വാനിലേക്ക് ഓടിപ്പോയി, ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ്ങാണ്. ഇത് 3 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, നന്നായിട്ട് പഠിച്ചോണം. ഇനി മാവോ സേതുങ്ങിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചതാരാണ്, മാവോ സേതുങ്ങാണ്. ഇദ്ദേഹത്തിൻ്റെ സേന അറിയപ്പെട്ട ഒരു പേരുണ്ട്, ചുവപ്പു സേന. ഓക്കെ, ചുവപ്പു സേന ആരാണ്, മാവോ സേതുങ്ങിൻ്റെയാണ്, റെഡ് ആർമി കേട്ടോ. ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് മാവോ സേതുങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ലോങ് മാർച്ച് വിത്ത് ഇയർ കേട്ടോ. ഇയറും ചോദിക്കാറുണ്ട്. ഇയറും മുമ്പ് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 1934-ലാണ് എന്ത് ചെയ്യുന്നത്, ലോങ് മാർച്ച് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നതാണ്, തെക്കൻ ചൈനയിൽ നിന്ന് കിയാങ് സൈസിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇത് ലോങ് മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് 4-മത്തേത്, ഇതിൽ സാമൂഹ്യ പരിഷ്കർത്തായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട ഇതിലും തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഏതാ വരുന്നത്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓൺലി എന്താണ് 1 മാത്രമേ തെറ്റുള്ളൂ. 1851 തിരുവനന്തപുരം ജില്ലയിലെ 1851 കേട്ടോ, അതാണ് അവിടുത്തെ തെറ്റ്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം എന്നുള്ളത്, കൊല്ലൂരിൽ ജനനം എന്നുള്ളത് ശരിയാണ്, പക്ഷേ 1853 എന്ത് ചെയ്യുന്നത്, ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. അപ്പോൾ സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു, തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, ഇത് ഒത്തിരി റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യനാണ്, പന്മനയിൽ. അതേപോലെ കേരളത്തിലെ ദേശനാമങ്ങൾ എന്നുള്ള കൃതി ആരുടെയാണ്, ചട്ടമ്പി സ്വാമികളുടെയാണ് കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് കരുതി. അപ്പോൾ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഈ ജനനവർഷം കേട്ടോ 1853 ഓർത്തോക്കണം. കൊല്ലൂരാണ്. കണ്ണമ്മൂലയും ഓർത്തോക്കണേ, കണ്ണമ്മൂല അല്ലെങ്കിൽ കൊല്ലൂർ. ചട്ടമ്പി സ്വാമികളുടെ കോട്ട്
അപ്പോൾ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും എന്നുള്ള കോട്ട് ചട്ടമ്പി സ്വാമികളുടെ. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തോക്കാം, നമുക്ക് നല്ലൊരു ചട്ടമ്പി എന്നുള്ള ഒരു ചിട്ട ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും എന്ന് ഓർത്ത് വെച്ചാൽ ചട്ടമ്പി സ്വാമികൾ എന്നുള്ളത് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കിട്ടും. ഇനി ചട്ടമ്പി സ്വാമികളെ പറ്റി വിവേകാനന്ദ പറഞ്ഞൊരു കോട്ടുണ്ട്, എന്താ, മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞതാരാ? വിവേകാനന്ദ പറഞ്ഞത് ആരെ പറ്റിയാണ്? ഈ ചട്ടമ്പി സ്വാമികളെ പറ്റിയാണ്. അതും ഓർത്ത് നോക്കണം. ഇനി അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ കേട്ടോ, ഈ മാർക്ക് ചെയ്ത ബുക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഇതൊക്കെ കോമൺ ആയിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അദ്വൈത ചിന്താ പദ്ധതി, കേരളത്തിലെ ദേശനാമങ്ങൾ, ആദിഭാഷ, പിന്നെ മോക്ഷപ്രതിഭ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, അതേപോലെ ക്രിസ്തുമത നിരൂപണം. ഓക്കെ, ഏകദേശം നിരൂപണം എന്ന് വരുന്നത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3 പേര് വരുന്നുണ്ട്. ഓക്കെ, മോക്ഷപ്രതിഭ ഖണ്ഡനം, അതേപോലെ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിട്ട് അങ്ങ് നോക്കിയാൽ മതി. ഇനി ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ചൂടെ തന്നിരിക്കുന്നത് ശരിയായ ജോഡികളായത്. ഓക്കെ, ഇനി ശരിയായിട്ടുള്ള, ഇതുവരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഇപ്പോൾ എനിക്ക് ചോദിക്കുന്നത് ഏതാ, ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്നാണ്. ശരിയായിട്ടുള്ള ജോഡി ഏതാ വരുന്നത്? ഇതിൽ 1ാമത്തെ നാഗ്പൂർ സമ്മേളനം നടക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ സൂറത്ത് നിങ്ങൾക്കത് സൂറത്ത് സ്പ്ലിറ്റ് എന്നാണ് പറയുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനം നടക്കുന്നത് സൂറത്ത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ഇതിലെന്ത് ശരിയായിട്ടുള്ള ജോഡികൾ. ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് എന്നുള്ളത് തെറ്റാണ്. അതേപോലെ ലാഹോർ സമ്മേളനം കിറ്റ് ഇന്ത്യ എന്നുള്ളത് തെറ്റാണ്. ക്ലിയർ ആണ്? ഇത് ഞാൻ പറഞ്ഞുതരാം, ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഈ നാഗ്പൂർ സമ്മേളനത്തിൽ ഇത് തെറ്റായത് ഏതൊക്കെ ആയിരുന്നു? ഒന്ന് ലാഹോറും ബോംബെ അല്ലേ, ഇത് രണ്ടും ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് ലാഹോർ സമ്മേളനം നടക്കുന്നത് 1929. അപ്പോൾ അന്നാണ് എന്ത് ചെയ്യുന്നത്, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കുന്നത്. അതേപോലെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് ഏത് തന്നെയാണ്? ഈ ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ലാഹോർ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1929 ഡിസംബർ 31 എന്ത് ചെയ്യും, ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ്റെ പതാക ഉയർത്തുന്നുണ്ട്. അതുപോലെ 30 ജനുവരി 26 മുതൽ എന്ത് ചെയ്യുന്നുണ്ടോ, സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് നോക്കുക. ഇത്രയും ലാഹോർ സമ്മേളനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INCയുടെ മീറ്റിങ്ങിൽ വരുന്നതാണ്. ഒന്നാണ് ലാഹോർ സമ്മേളനം വിത്ത് ഇയറും, അതേപോലെ INC പ്രസിഡന്റ് ആരാണെന്നുള്ളത് എന്ത് ചെയ്യണം, ഓർത്ത് നോക്കണം. ഇനി കിറ്റിൻ്റെ സമയം 1942 നിങ്ങൾക്കറിയാം, കിറ്റ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പ്രമേയം പാസ്സാക്കുന്നുണ്ട്. അത് ബോംബെയിൽ വെച്ചിട്ട്, കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം ബോംബെയിലാണ്. ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കിറ്റ് ഇന്ത്യൻ്റെ പ്രമേയം പാസ്സാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗോവാലിയ ടാങ്ക് മൈതാനം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, എന്താ, ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നുണ്ട് കിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ ഇതുകൊണ്ട്. അതേപോലെ കിറ്റ് ഇന്ത്യ ഇതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. മറന്നുകൊണ്ട ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയാണ്? അത് ഏത് രാജ്യത്തിനെതിരെ? ഓസ്ട്രേലിയക്കെതിരെയാണ് ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ്. എനിക്ക് തോന്നുന്നത് 30-40 റൺ അതിൻ്റെ അടുത്തെങ്ങാനായിരുന്നു ഇന്ത്യ അന്ന് സ്കോർ ചെയ്തത്. ഏറ്റവും കുറവ്, ചരിത്രത്തിൽ ഏറ്റവും കുറവ് ഓസ്ട്രേലിയക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്, നടന്നത്. പിന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ ജോഗ്രഫിയാണ്. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപവൽക്കരണ സഹായി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ? ഭൂഗർഭജലമാണ് കേട്ടോ, സിങ്ക് ഹോളുകൾ. ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഹിമാനിയും തിരമാലകളൊക്കെ ചോദിക്കാറുണ്ട്. അതേപോലെ ഇത് ഭൂഗർഭജലമാണ് സിങ്ക് ഹോളുകൾ രൂപീകരണത്തിന് കാരണമാകുന്നത്. എന്താ ഈ സിങ്ക് ഹോൾ എന്ന് വെച്ചാൽ ഇത് ഏകദേശം ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, സിങ്ക് ഹോൾ. അതായത് മുകൾ ഭാഗം കുറേ ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ വരും. അത് പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു താഴേക്ക് ഒരു ചോർപ്പിൻ്റെ ആകൃതിയിൽ ഒരു കുഴിഞ്ഞ പ്രദേശമായിട്ട് പോകുന്നതാണ് എന്ത്, സിങ്ക് ഹോൾ. ഓക്കെ, അവതലന കുഴി എന്നാണ് മലയാളത്തിൽ പറയാം. ഇനി സിങ്ക് ഹോളുകളുടെ അടിഭാഗം എന്തായിരിക്കും, ഭൂഗർഭ ഗുഹകളുടെ അല്ലെങ്കിൽ ഭൂഗർഭ അറകളുടെയോ മേൽക്കൂരകളായിട്ട് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അവ തകർന്നടിഞ്ഞിട്ട് എന്ത് ചെയ്യും, വിസ്തൃതമായ കുഴികളായിട്ട് രൂപം തരപ്പെടും. അതാണ് കൊളാപ്സ് സിങ്ക്. അത് പേരിൽ തന്നെ ഉണ്ട്, കൊളാപ്സ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡൊളൈൻ അല്ലെങ്കിൽ കൊളാപ്സ് സിങ്ക് എന്നറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ. ഇതിൽ നിങ്ങൾ ഈ ഭൂരൂപ പ്രക്രിയ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂരൂപ പ്രക്രിയകൾ മിക്കവാറും ജോഗ്രഫിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഹിമാനികൾ, മൊറൈൻസ്, അതൊക്കെ മിയാൻഡർ, ഇതൊക്കെ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണെന്നാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാ? കാനഡയാണ് കേട്ടോ, കാനഡ. അപ്പോൾ ഈ വേലിയേറ്റം എന്താ, വേലി ഉണ്ടാക്കാനുള്ള, അതായത് ഇടപെട്ട് സമുദ്രത്തിലുണ്ടാകുന്ന ഒരു ഉയർച്ച താഴ്ചയാണ് വേലി എന്ന് പറയുന്നത്. അപ്പോൾ വേലി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ, 2 കാരണങ്ങൾ മെയിനായിട്ട്. ഈ 2 കാരണങ്ങൾ പഠിച്ചേക്കണം. അതായത് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ഗുരുത്വാകർഷണം. ഓക്കെ, ഈ ഭൂഗുരുത്വാകർഷണം അതിൻ്റെ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണ ഫലം. 2ാമത്തെ കാരണം എന്ന് വെച്ചാൽ ഭ്രമണഫലം, ഭൂമിയുടെ ഭ്രമണം കൊണ്ട് ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം.
ഓക്കെ, ഇതാണ് മെയിൻ വേലിയേറ്റം ഉണ്ടാകാനുള്ള ഈ 2 കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ 2 കാരണങ്ങൾ ഓർത്ത് വെക്കണേ. വേലിയേറ്റം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പെടാത്തതെന്ന് പറഞ്ഞൊക്കെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കണം. ഇനി ഇതിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വേലിയേറ്റം സൃഷ്ടിക്കാനുള്ള ചന്ദ്രൻ്റെ കഴിവാണ് കൂടുതൽ. ഓക്കെ, സൂര്യൻ്റെതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് വരുന്നത് ഏതിനാണ്? ചന്ദ്രനാണ് 2 മടങ്ങ് എഫക്റ്റ് വരുന്നുണ്ട് സൂര്യനേക്കാൾ. ഇനി ഇത് ഒരു മുമ്പ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2 വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയത്തിൻ്റെ വ്യത്യാസം. ഓക്കെ, 12 മണിക്കൂർ 25 മിനിറ്റാണ് 2 വേലിയേറ്റങ്ങൾക്കിടയിലുള്ള സമയ വ്യത്യാസം. ഏറ്റവും ശക്തമായിട്ട് വേലിയേറ്റം അനുഭവപ്പെടുന്ന ദിവസങ്ങൾ ഏതായിരിക്കും? വെളുത്ത ഭാവവും കറുത്ത ഭാവം കേട്ടോ. അതായത് പൗർണമിയും അമാവാസിയാണ് ഏറ്റവും ശക്തിയായുള്ളത്. അതായത് നിങ്ങൾക്കറിയാം ചന്ദ്രൻ്റെയും സൂര്യൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാകുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്ന ഉൾക്കടലാണ് ഏത്? കാനഡയിലെ ഫണ്ടി ഉൾക്കടൽ കേട്ടോ. കാനഡ എന്നായത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫണ്ടി ഉൾക്കടലാണ് ഏറ്റവും ഉയർന്ന വേലിയേറ്റം അനുഭവപ്പെടുന്ന ഉൾക്കടൽ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, കടുപ്പം കുറഞ്ഞ ധാതു എന്ന് വെച്ചാൽ മിനറൽ കേട്ടോ. മിനറലാണ് ഏറ്റവും കടുപ്പം കുറഞ്ഞ മിനറൽ ഏതാ? ടാൽക്കാണ്. ടാൽക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടാൽക്കം പൗഡർ, നമ്മളെ മുഖത്തിടുന്ന ടാൽക്കം പൗഡറൊക്കെ ടാൽക്കിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ഓർമ്മ വന്നിട്ടുണ്ട് തന്നെ ഏകദേശം കടുപ്പം കുറഞ്ഞത് അത് കിട്ടും. ഓക്കെ, ഈ ടാൽക്കം പൗഡർ മെയിനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ്. ഓക്കെ, അതിற்கு വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ചോദിക്കട്ടെ. ഏറ്റവും കടുപ്പം കൂടിയത് ഏതാ ഇതിൽ ഓപ്ഷനിലുള്ളത്? വജ്രാണ് കേട്ടോ. ഏറ്റവും കടുപ്പം കൂടിയത് വജ്രാണ്. അപ്പോൾ വജ്രാണ് ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് നോൺ മിനറൽ. അപ്പോൾ ഈ കടുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു സ്കെയിലുണ്ട്, മോസ് സ്കെയിൽ എന്നാണ് അതിന് പറയാം, മോസ് സ്കെയിൽ. അപ്പോൾ വജ്രത്തിൻ്റെ അതിലെ കാഠിന്യം അറിയപ്പെടുത്തിയിരിക്കുന്ന 10ആണ്. ഓക്കെ, വജ്രത്തിൻ്റെ കാഠിന്യം 10ആണ് മോസ് സ്കെയിലിൽ വരുന്നത്. ഓക്കെ, അത് രണ്ടും കൂടി ആ പോയിൻ്റ് ഒന്ന് ഓർത്ത് നോക്കണേ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഓർത്ത് വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് നമ്മളിപ്പോൾ പറയുന്നതാണ് മദ്യപിച്ചിട്ട് എന്ത് ചെയ്തിട്ട് വാഹനം ഓടിക്കരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ അറിയപ്പെടുന്ന പേരെന്താ? സംവഹന വൃഷ്ടി. ഓക്കെ, സംവഹന വൃഷ്ടി. അതായത് ഇനി ഇതിൽ പറയുകയാണെങ്കിൽ സംവഹന വൃഷ്ടി എന്താ? ഭൗമോപരിതലത്തിൽ ജലം എന്ത് ചെയ്തോ സൂര്യതാപത്താൽ ബാഷ്പമായിട്ട് മുകളിലേക്ക് ഉയർന്നത് ചെയ്യോ ക്യുമുലോ നിംബസ് മേഘങ്ങളുണ്ടാവും. അവ ഘനീഭവിച്ചുണ്ടാകുന്ന മഴയാണിത് ഈ സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഇനി ഉഷ്ണമേഖലയിൽ സാധാരണ അനുഭവപ്പെടുന്ന ഉഷ്ണകാല പ്രതിഭാസമാണ് ഇത് സംവഹന മഴ എന്ന് പറയുന്നത്. ഈ സംവഹന മഴയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയായിരിക്കും. അതും വാഹനം ഇടിച്ചത് എന്നുള്ള ഓർത്ത് വെച്ചാൽ സംവഹന മഴ ഇടിമിന്നൽ എന്നുള്ള ഓർത്ത് അവിടെ കിട്ടും. പിന്നെ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്നതാണ്. പിന്നെ അധിക നേരം എന്ത് ചെയ്യുന്നതല്ല, നീണ്ടു നിൽക്കില്ല. ഉഷ്ണമേഖലയിൽ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ് ഈ സംവഹന മഴ. അതേപോലെ തന്നെ ന്യൂനമർദ്ദ മേഖലയിൽ ഒന്ന് ഓർത്ത് വെക്കാണ്ടേതാ? ചക്രവാത വൃഷ്ടി. ഓക്കെ, സൈക്ലോണിക് റെയിൻ എന്ന് പറയും ചക്രവാത വൃഷ്ടി. അങ്ങനെ ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്ന മേഖലയാണ് കൊടുങ്കാറ്റ് വീശുന്ന മേഖലകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ചക്രവാത വൃഷ്ടി ഉണ്ടാകുന്ന മേഖലകൾ. ഓക്കെ, അപ്പോൾ ന്യൂനമർദ്ദം ഓർത്ത് വെക്കണേ. ചക്രവാത വൃഷ്ടി എന്ത് ചെയ്യുക, അതും ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കും. അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാർട്ടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗൂഗിൾ എന്ത് ചെയ്യുക, ടെലഗ്രാമോ അല്ലെങ്കിൽ വാട്സപ്പ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ബൈ.